ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പീലിയമോസ് എൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഒരുപാട് കൂട്ടുകാർ ഇതേപോലെ മെസ്സേജ് അയച്ചും അല്ലാതെ കോൾ വഴിയും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വലിയ വർക്കുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലാന്റ് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ചിരട്ടയാണ്, അത് ഞാൻ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. സാധാ കാണുമ്പോൾ എൻ്റെ ശരീരയുടെ ബാക്കി സാധനങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല, സാധാ ഒരു ചിരട്ട. ആ ചിരട്ട എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ഒരു നൂല്, നമ്മൾ സാധാരണ തുണിയൊക്കെ തയ്ക്കുമ്പോഴത്തെ സാധാ ഒരു നൂല് ഇത് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ പീലിയമോസിൻ്റെ പ്ലാന്റ്. ഇത്രയാണ് ഇതിനാവശ്യം. ഇതിന് വേറെ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിലോട്ട് എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്ന് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിട്ടും ഉപയോഗിക്കാം, ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വെച്ച് ഇതിൻ്റെ വളരുന്നതിനോ അല്ലെങ്കിൽ വേറൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യം നമുക്ക് ചിരട്ട വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം മോസ് നമ്മൾ പതിയെ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പതിയെ വയ്ക്കുക. നമ്മൾ കൂടുതൽ ബലമൊന്നും ഇതിൽ ഉപയോഗിക്കരുത്, കാരണം ബലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ എല്ലായിടത്തും വേണമെങ്കിലും അല്ലെങ്കിൽ ചെറിയ ഇങ്ങനെ വെച്ചാലും മതി. കവറായി കാണുന്ന രീതിയിൽ ജസ്റ്റ് ഇതേപോലെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ സാധാരണ നൂലുണ്ട്. ജസ്റ്റ് ഇതിനെ ഒന്ന് വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് ചുറ്റി കൊടുക്കുക. ഒരു കാരണവശാലും നൂല് ടൈറ്റ് ചെയ്ത് ചുറ്റരുത്. ഇതിനെ വളരെ ലൂസായിട്ട്, അതായത് ജസ്റ്റ് ടൈറ്റ് ആവുകയും വേണം, ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. വെള്ളത്തിൽ വയ്ക്കുമ്പോൾ ഇതൊന്ന് ഇളകി പോകാത്ത രീതിയിൽ ഇരിക്കണം. ഇത് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുറ്റുക. അതിന് ശേഷം നമുക്ക് നൂലിനെ റിലീസ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഇത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പീലിയമോസ് പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് അത്യാവശ്യം നമ്മുടെ സൺലൈറ്റൊക്കെ ഉള്ള ഭാഗത്ത്, ഇപ്പോൾ സൺലൈറ്റ് അധികം വെള്ളത്തിൽ ത്രൂ ഔട്ട് അടിക്കണമെന്നില്ല, എങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് ചൂടായി കഴിഞ്ഞ് പ്ലാന്റ് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ചെറിയൊരു ഇളം വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമുക്ക് ഇത് വെള്ളത്തിൽ വയ്ക്കാം.